വളരെ നേരത്തെ വന്ന് സദസ്സിൽ സമ്മേളിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ശ്രോതാക്കളും. ഒരു അറ്റൻഷൻ സ്പാൻ ഉണ്ടല്ലോ മനുഷ്യനെ ശ്രദ്ധിച്ചിരിക്കുന്നതിന്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലൈറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. നമ്മളുടെ സക്കാത്തിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കും അതുപോലെ നമുക്ക് കൂടുതൽ സ്വതന്ത്രമായ രീതിയിൽ പല പ്രതിസന്ധികളെയും മറികടക്കാവുന്ന വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ സംഗതി, സക്കാത്തിനെ അതുപോലെ തന്നെ ദാനധർമ്മങ്ങളെ ആത്മീയമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ആത്മീയമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ സാധാരണ ചാരിറ്റി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ചാരിറ്റി ഇപ്പോൾ ഏറ്റവും നല്ല മറയാണ്. ചാരിറ്റി ചെയ്യുന്ന ആൾ സമൂഹത്തിൽ നീചമായൊരു കാര്യം ചെയ്താൽ എന്താ പറയുന്നത്? നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? മൂപ്പര് 10 ആൾക്ക് വീട് വെച്ചു കൊടുത്തില്ലേ? 10 ആൾക്ക് വീട് വെച്ചു കൊടുത്താൽ നെറുകേട് കാണിക്കാനുള്ളൊരു ലൈസൻസായിട്ട് ഈ അടുത്തുള്ള ചില അധിക്ഷേപ വാക്കുകളും ദ്വയാർത്ഥങ്ങളും ഒക്കെ ഒരു വ്യക്തി സമൂഹത്തിൽ വ്യാപകമായിട്ട് പറയാണ്. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്നത് അദ്ദേഹം ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലേ, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്തില്ലേ എന്നാ പറയാറുള്ളത്. എന്നാലും നമുക്ക് ദാനധർമ്മങ്ങൾ, അതിനെ ഒരു ഭാഗത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കുന്നു, മറുഭാഗത്ത് നമ്മൾ ശുദ്ധീകരിക്കാനുള്ള വഴിയാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. നബി, അവരിൽ നിന്നും താങ്കൾ സദഖ സ്വീകരിക്കണം, ദാനധർമ്മങ്ങൾ സ്വീകരിക്കണം. അതവരെ ശുദ്ധിയാക്കും, അതവരെ സംസ്കരിക്കും. അഥവാ ഒരുപാട് നല്ല ഗുണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ കൊടുക്കാൻ. നമ്മൾ തടിയറിയാതെ കൊടുക്കുന്ന പല തുകകളും, തടിയറിയാതെ കൊടുക്കുന്ന പല രീതികളും ഒരുപക്ഷെ ഈ സംസ്കരണം ഉണ്ടാക്കണമെന്നില്ല. പ്രതിഫലം കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്ന രീതിയിലാകണം. ഉദാഹരണത്തിന്, ഒരു 5 ചെറുപ്പക്കാർ ചേർന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, വീട്ടിൽ ഭക്ഷണമുണ്ട്, ഉമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും ഇന്ന് ഫുഡ് എഡിക്ഷൻ ഉണ്ട്, ഡ്രഗ് എഡിക്ഷൻ, അതുപോലെ തന്നെ ഫോൺ എഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ മാരകമായ എഡിക്ഷനാണ് ഫുഡ് എഡിക്ഷൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ഗസയിലും മറ്റും ആളുകൾ പോരാടി ഷഹീദാകുന്നു. നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യണം, അള്ളാഹു തിന്ന് ഷഹീദാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കരുത്. മനസ്സിലായില്ല? അതായത് മധുരവും കൊഴുപ്പൊക്കെ തിന്ന് കരളിന് അസുഖം പിടിച്ച് പിന്നെ തുരുതുരാ അസുഖങ്ങൾ വന്ന് ജീവിതത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ട് ഇവിടെയും ആൾക്കാർ ഷഹീദാവാണ്. അള്ളാഹു എന്നെ കാക്കട്ടെ, നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ തിന്ന് ഷഹീദാകുന്ന ഒരു വിഭാഗമാണ്, തിന്ന് അസുഖം പിടിച്ച് മരിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരോട് നമ്മൾ എങ്ങനെ ബോധവൽക്കരണം നടത്തിയാലും ഈ സുഖത്തിനേക്കാൾ വലിയൊരു കാര്യം പറഞ്ഞു കൊടുക്കാതെ മനസ്സറിഞ്ഞ് അവർക്കൊരു ചാരിറ്റിയുടെ, ഒരു സദഖയുടെ, സക്കാത്തിൻ്റെ വഴിയിലേക്ക് വരാൻ കഴിയില്ല. അവർ നോക്കുമ്പോൾ 5000 രൂപ കയ്യിലുണ്ട്, പിന്നെ ഇതെന്താ ചെയ്യേണ്ടത്? പരമാവധി ഇതിനെക്കൊണ്ട് ആസ്വാദനം കണ്ടെത്താമെന്നല്ലാതെ. അപ്പോൾ അത് അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ തിരിച്ച് സദഖ ചെയ്താലുള്ള പ്രതിഫലം, അതിൻ്റെ നേട്ടങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു ഹദീസ് കാണാം, മാ തസദ്ദഖ റജുലുൻ ബിതംറത്തിൻ ഇല്ല അഖദഹ റഹ്മാനു ബിയമീനി. ഒരു ഈത്തപ്പഴം കൊടുത്താൽ അള്ളാഹു അതിനെ വലത് കൈകൊണ്ട് സ്വീകരിക്കും. വലത് കൈകൊണ്ട് സ്വീകരിക്കുക എന്നൊരു പ്രയോഗമാണ്. അത് സ്വീകരിക്കുന്നത് വേറെ ഏതോ സാധുവാണ്, ഒരു പ്രയോഗമാണ്. അള്ളാഹു അതിനെ വലത് കരം കൊണ്ട് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ അള്ളാഹു അത് സ്വീകരിക്കും. സുമ്മ തർബു ഫി കഫിർ റഹ്മാൻ, പിന്നെ അത് അള്ളാഹുവിൻ്റെ കയ്യിൽ വളരും. ഹത്ത തകൂന കജബലിൻ, ഒരു ഈത്തപ്പഴം ഒരു പർവ്വതത്തിന് സമാനമായിട്ട് മാറും. ഒരു ഈത്തപ്പഴം ഒരു പർവ്വതത്തിന് സമാനമായിട്ട് മാറും. കമാ യുറബി അഹദുക്കും ഫസീലഹു, നിങ്ങളുടെ ഒട്ടക കുഞ്ഞുങ്ങളെ വലുതാക്കുന്നത് പോലെ. ഒരു റേഷ്യോ ഇല്ല. ഏതാനും ഗ്രാമുള്ള ഈത്തപ്പഴം, മറുഭാഗത്ത് പരന്ന് കിടക്കുന്ന മല, ഒരു ബന്ധവും. ഇത്രയും പ്രതിഫലം ഒരു ചെറിയ സദഖക്ക് കിട്ടും എന്നറിഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ പറഞ്ഞൊരു കണക്ക് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി 700 കിട്ടും, പിന്നെ അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കുമെന്ന് പറയുകയും ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൺവേർട്ടർ വർക്ക് ചെയ്യുകയും ചെയ്യണം. എന്നാൽ ഒരു കൺവേർട്ടർ എങ്ങനെ വർക്ക് ചെയ്യുക? രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ കൺവേർട്ടർ വർക്ക് ചെയ്യുള്ളൂ. നാട്ടിൽ മാത്രം ജീവിച്ച് ശീലമുള്ള ഒരു സഹോദരൻ ഹജ്ജിന് പോയി. എന്നോട് പറയാം, അരി വാങ്ങാൻ പോലും തോന്നില്ല എന്ന് പറഞ്ഞു. കാരണം 8 റിയാൽ നടക്കുന്ന മൂപ്പര് ഉള്ളിൽ ഉടനെ കണക്കൂട്ടാണ്. പൊടച്ചോനെ 150 റുപ്യ 1 കിലോ അരിക്കാം. ഇത്രയും അത്യാവശ്യമുള്ള സാധനം അരിയായിട്ട് പോലും വാങ്ങാൻ തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ 2 കണക്കുണ്ട്. 1 8 റിയാലും, 2 150 രൂപയും. അപ്പോൾ ഇവിടുത്തെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തപ്പോൾ, ഇപ്പം ഗൾഫിൽ ഉള്ള ആൾക്കാർ റുപ്പി കണക്കൂട്ടേ ഇല്ല. അവർ തിരിച്ച് നാട്ടിലൊന്ന് എല്ലാവർക്കും സൽക്കാരമൊക്കെ നടത്തും. കാരണം അവർക്ക് കുറഞ്ഞ ദിർഹമായിട്ടേ തോന്നുള്ളൂ. ആകെ ഒരു 200 ദിർഹമിൻ്റെ ചിലവല്ലേ ഉള്ളൂ എന്ന് കരുതും. അപ്പം ഒരാളുടെ മനസ്സിലൊരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണം, ആഖിറത്തിൻ്റെ സോഫ്റ്റ്വെയർ. സമ്പാദിക്കാനുള്ള വഴികൾ അള്ളാഹുവിൻ്റെ കയ്യിൽ വെക്കുന്നത് പോലെ, അത് വളർന്ന് വലുതാക്കുന്നത് പോലെ രംഗം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സദഖ ശീലമാകും. അതാണ് അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ളൊരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയാണ്,
ഇന്ന് ആരാണ് രോഗിയെ സന്ദർശിച്ചത്? ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ന് ആരാണ് സാധുവിന് ഭക്ഷണം കൊടുത്തത്? ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആർക്കാണ് സുന്നത്ത് നോമ്പുള്ളത്? എനിക്കുണ്ട്. ചില നിവേദനങ്ങളിൽ കാണാം അത് സുബഹിക്കാ ചോദിച്ചതാണ്. അപ്പോൾ സുബഹിക്ക് എങ്ങനെ ഇതൊക്കെ നമ്മൾ ചോദിക്കില്ല, ഇത് സുബഹിക്കാണ് ചോദിക്കേണ്ടത്, ഒരു ഇശാകുമ്പല്ലേ ചോദിക്കണ്ടേ ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ സുബഹിക്ക് ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു രോഗിയുണ്ടെന്ന് അറിഞ്ഞു, അദ്ദേഹം സന്ദർശിച്ചു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനെ. ഒരു സാധു ഉണ്ടെന്ന് അറിഞ്ഞു, മകനെ ഏൽപ്പിച്ചു ഭക്ഷണം കൊടുക്കാൻ. ഇതൊക്കെ ഇദ്ദേഹം സുബഹിൻ്റെ മുമ്പ് തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഈ പ്രവൃത്തികൾ ദിവസം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞു. ഇത് നമ്മളുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. ഞാൻ അതാ പറഞ്ഞത്, സദക്ക നമ്മൾ ബൈത്തുസ് സക്കാത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പരിമിതിയുണ്ട്. ബൈത്തുസ് സക്കാത്ത് വ സദഖാത്ത് എന്നാക്കി കഴിഞ്ഞാൽ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ കംപ്ലീറ്റ് തീരും. കയ്യിൽ ഏൽപ്പിച്ചോ ഇല്ലേ, അത് അവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തതാണോ, അത് ബൈത്തുസ് സക്കാത്തിന് പുറമെ സദഖാത്തും കൂടെ, അതായത് എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കൂടെ ഒരു പ്രൊവിഷൻ നമ്മൾ ഇതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ തീരും, ഒരുപാട് വിശാലത കിട്ടും, ഒരുപാട് പ്രശ്നങ്ങൾ തീരും. നമ്മളാരെങ്കിലും അടുത്ത റമദാൻ വരുമ്പം ഇശാ നിസ്കരിച്ച് തറാവി നിസ്കരിക്കാതെ പോകില്ലല്ലോ. ഇതേ ഫർളുള്ളൂ, സുന്നത്ത് ഞാൻ ചെയ്യില്ലെന്ന് പറയില്ലല്ലോ. അപ്പോൾ ഒരിക്കലും ഫർള് കൊണ്ട് ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ മക്ക പൂട്ടിയിടുന്നുണ്ടോ? ഉംറയൊന്നുമില്ല, ഇവിടെ ആകെ ഹജ്ജ് മാത്രമേ നടക്കുകയുള്ളൂ, ഇല്ല. മറിച്ച് സുന്നത്തായ അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, സുന്നത്തായ നോമ്പുകൾ എടുക്കുന്നുണ്ട്. ഇതേപോലെ സക്കാത്ത് ഏറ്റവും നിർബന്ധമായ കണക്കാണ്. അത് കൊടുത്തില്ലെങ്കിൽ കുറ്റക്കാരനാകും. ഒരു സമൂഹം തന്നെ അത് നിഷേധിച്ചാൽ അവരോട് യുദ്ധം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇസ്ലാമിക നിയമപ്രകാരമുള്ളത് പറയാണ്, ഇസ്ലാമിക സമൂഹത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ആ ഫർളിൻ്റെ കണക്കാണ് സക്കാത്ത് എന്നുള്ളത്. മറിച്ച് ജീവകാരുണ്യ പ്രവർത്തനം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ദീനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള സംഗതി. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ, അവർ കൊടുക്കുന്നത് പേടിച്ചുകൊണ്ടാണ്, നാളെ അള്ളാഹുലേക്ക് മടങ്ങുമല്ലോ എന്ന്. അപ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിച്ചു, നബിയെ പാപികളെ കുറിച്ചാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം പിടിച്ചു. നമ്മൾ സാധാരണ ഭാര്യയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സിലാത്തപ്പം പറയില്ല. നബി പറഞ്ഞു, സിദ്ദീഖിൻ്റെ മോളെ, ഇത് സദക്ക എന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. അവർ സദക്ക ചെയ്യുമ്പോൾ, സിദ്ദീഖിൻ്റെ മോളെന്ന് പറഞ്ഞാൽ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളാണ്. കാര്യം മനസ്സിലാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, കാര്യം മനസ്സിലാക്ക്. സദക്ക ചെയ്യുന്നവർ പേടിച്ചിട്ടാണ് സദക്ക ചെയ്തത്. അവരവിടെ കാണുന്നത് ഈ വ്യക്തിനെ ആവശ്യക്കാരനായിട്ടല്ല കാണുന്നത്, മറിച്ച് തന്നെ ആവശ്യക്കാരനായി കാണുകയും താഴ്മയോടെ കൊടുക്കുക ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, അവർ പേടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അള്ളാഹു ഈ സദക്ക അള്ളാഹു സ്വീകരിക്കോ, അതും ഇത് ആളെ കാണിക്കാൻ വേണ്ടി ആയിപ്പോകോ എന്ന് പേടിച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ സംസ്കരിക്കുന്ന സക്കാത്തും സദക്കയുമായിട്ട് നമ്മളുടെ ദാനധർമ്മങ്ങൾ മാറുകയും ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. പിന്നെ അതുപോലെ ഇതിൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഗവൺമെൻറ് ഫണ്ടുകൾ സ്വീകരിക്കുകയാണ്, പ്രളയ ഫണ്ട്, ഇപ്പം വയനാടുള്ള ഉരുൾപൊട്ടലിൻ്റെ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ലെന്ന് പറയുന്നു. സംസ്ഥാനത്ത് നിന്ന് കിട്ടിയത് ചെലവഴിച്ചോ, അതിൻ്റെ കണക്ക് ചോദിച്ചാൽ നമുക്കറിയാലോ അവസ്ഥ. അപ്പം ഇത്രയും MLA-മാരുണ്ട്, സർക്കാർ രൂപീകരിച്ചു, എന്നിട്ട് അവർ ചോദിക്കുമ്പം കൊടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ വെറുതെ ഒരാളൊരു ക്യാമറ എടുത്തിട്ട് ഇതാ ഈ കുടുംബത്തെ നിങ്ങൾ സഹായിക്കണം, ഇതാണ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുമ്പോൾ വ്യക്തികൾ പറയുമ്പോഴേക്ക് കോടികൾ ശേഖരിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അത് ഇവിടുന്ന് ഒരു ഭാഗത്ത് സർക്കാർ ചോദിക്കുന്നു, മറുഭാഗത്ത് ഏതൊക്കെയോ വ്യക്തികൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു. സമൂഹം എന്തുകൊണ്ട് ആ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നു? കാരണം അവർ നേരിട്ട് കാണാണ്, ഇന്ന ആവശ്യമാണ്, ലൈവായിട്ട് നടക്കുകയാണ്, കൃത്യം ഗുണഭോക്താക്കളിലേക്ക് ഈ സംഖ്യ എത്തുകയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാങ്ങുന്നവരൊന്നും അധികം അവരെ ഫോട്ടോ കാണിച്ച് അവരെ മോശമാക്കുന്നില്ല. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു ഗ്യാപ്പുണ്ട് ഇവിടെ. കൊടുക്കാൻ തയ്യാറുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. അവർ ഒരു വഴിക്ക് കൊടുക്കുന്നു, വേറൊരു വഴിക്ക് കൊടുക്കുന്നില്ല. ചില ആളുകൾ ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്നു, എന്നാൽ അധികം ഈ അധികം നടപടിക്രമങ്ങളൊക്കെ വരുന്ന വഴിയിലേക്ക് ചുവപ്പ് നാടകളുടെ വഴികളുള്ളപ്പോൾ അവർ കൊടുക്കാൻ മടിക്കുന്നു. അപ്പോൾ നമ്മളുടെ സക്കാത്ത് സെല്ലിലുള്ള ചില പ്രവർത്തനങ്ങൾ ഈ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട്, അതായത് പെട്ടെന്ന് തന്നെ ഇന്ന ആവശ്യക്കാരൻ, ഇന്ന ഗുണഭോക്താവാണ്, അധികം ചട്ടവട്ടങ്ങളില്ലാതെ ഗുണഭോക്താവിലേക്ക് എത്തും, അദ്ദേഹത്തിൻ്റെ ഇന്ന ആവശ്യം പൂർത്തിയാകും എന്ന് കണ്ടാൽ, നേരത്തെ പറഞ്ഞതുപോലെ സക്കാത്തിനപ്പുറത്തേക്കുള്ള പല സമയത്തും മുമ്പിൽ വരുന്ന പല ആവശ്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ബൈത്തുസ് സക്കാത്തി വസ് സദഖാത്താക്കി ഇതിനെ മാറ്റുകയും ഗുണഭോക്താക്കളിലേക്ക് കൃത്യമായിട്ട് നേരിട്ടെത്തുന്ന രീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേയും കൂടെ ഫലപ്രദമാകുന്ന രീതിയിൽ, കാരണം ആളുകൾ തയ്യാറാണ്, ആവശ്യമുണ്ട്, നേരെ കിട്ടാണ്, ലൈവായിട്ട് കിട്ടാമെന്ന് കാണുമ്പം വലിയ സംഖ്യ, സർക്കാരുകൾക്ക് പോലും ശേഖരിക്കാൻ പ്രയാസമുള്ള സംഖ്യ ഇവിടെ ചില വ്യക്തികൾ ശേഖരിക്കുന്നുണ്ട്. ആ വഴിയിലേക്കും പ്രവർത്തനങ്ങളെ വിപുലമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ അന്തസ്സോടെ കൊടുക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സദഖകളെ ഉപദ്രവിച്ചും
എടുത്തു പറഞ്ഞും പാഴാക്കി കളയത്. സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് 90 ചില ആയത്തുകളുള്ള അതിലൊന്നാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. എടുത്തു പറഞ്ഞും ഉപദ്രവിച്ചും നിങ്ങളത് ഇല്ലാതാക്കരുത്, പകരം നിങ്ങൾ കൊടുക്കാതിരുന്ന അതാ നല്ലത്. ഖൗലും മഅറൂഫുൻ വ മഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖ. നല്ല വാക്ക് പറഞ്ഞിട്ട് ആ ചോദിച്ചതിലുള്ള പ്രയാസംഗം വിട്ടുകളഞ്ഞാൽ അതാണ് കൊടുത്തിട്ട് ഉപദ്രവിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വയനാട് മുമ്പൊരു പ്രളയത്തിലൊരു വില്ലേജ് ഉണ്ടാക്കി, ബഡ്കൽ ജമാഅത്തിൻ്റെ മുസ്ലിം ജമാഅത്തിൻ്റെ BMJ വില്ലേജ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ തന്നെ ആലോചിച്ചിരുന്നു ഇവർക്ക് ഒരിക്കലും ഒരു ഇസ്സത്തിൻ്റെ പ്രശ്നം ഉണ്ടാകരുത്, മറിച്ച് അവരെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യണം, സാമൂഹികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ളിലൊരു പള്ളിയും ഒരു സ്റ്റഡി സെൻ്ററൊക്കെ ഉണ്ടാക്കി നല്ല സൗകര്യങ്ങളൊക്കെ ആക്കിയപ്പം ഇന്ന് ആ ഏരിയ അറിയപ്പെടുന്നത് അത്യാവശ്യം പോഷ് ഏരിയ എന്നുള്ള രീതിയിലാണ്. പല പ്രാവശ്യം അവിടെ സന്ദർശിച്ചപ്പോൾ തോന്നി കാർ പാർക്കിങ്ങിനുള്ളൊരു സ്ഥലവും കൂടെ വിട്ടുവെക്കണമായിരുന്നു. കാരണം ഭാവിയിൽ ഇവർ കാറ് വാങ്ങും എന്ന് മനസ്സിൽ കണ്ടിട്ട് ഒരു കാർ പാർക്കിങ്ങിനുള്ളൊരു സ്ഥലവും കൂടെ കാണണമായിരുന്നു അവിടെ. കാരണം ഇന്ന് പലപ്പോഴും സക്കാത്തിനും സദഖയിലൊക്കെ ആരെങ്കിലുമൊക്കെ വീട് വാങ്ങുകയും അത് പിന്നീട് സമൂഹം അറിയിച്ചതിൽ ഭാവിയിൽ വരുന്ന കല്യാണം പോലും മുടങ്ങിപ്പോകുന്ന സ്ഥിതിയിലുള്ളത്. കല്യാണം അന്വേഷിക്കുമ്പോൾ ആൾക്കാർ പറയും അത് അവരെ വീട് സക്കാത്തിൽ കിട്ടിയ വീടാണ്. അത് ഇവരുടെ അന്തസ്സിന് സമൂഹം മാനിക്കാത്തതിൻ്റെ പേരിൽ പലപ്പോഴും സക്കാത്തിന് അവകാശികളായ, അതായത് നേരെ വ്യക്തി മുതലാളിയിൽ നിന്ന് മാറി സംഘടനാ മുതലാളിയുടെ കയ്യിൽ കിട്ടുകയും പിന്നെ സംഘടനാ മുതലാളിയുടെ അടുത്ത് പോയിട്ട് ക്യൂ നിൽക്കണം എന്ന സാഹചര്യം വരുമ്പം പലപ്പോഴും അവരുടെ മാനം ഹനിക്കപ്പെടുകയും വർഷങ്ങൾ കഴിഞ്ഞ് അവർ സാമ്പത്തികമായിട്ട് പുരോഗതി നേടിയാൽ പോലും ആ സക്കാത്തിൽ വീട് കിട്ടിയതാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മത കാണിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഒരു അനാവശ്യമായ ചർച്ച 2 ദിവസമായിട്ട് നടക്കുകയാണ്. സംഘടിത സക്കാത്ത് ശരിയാകുമോ ഇല്ലേ? നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ ഫിഖ്ഹിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സത്യത്തിൽ പരമ്പരാഗതമായിട്ട് നമ്മുടെ ട്രഡീഷണൽ ഫിഖ്ഹ് ഇസ്ലാമിൻ്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയുള്ള നമ്മൾ നമസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ എന്ന് പറയുമ്പം നമുക്കറിയാലോ, ഹജ്ജ് നമ്മൾ ദുൽഹജ്ജിലേ ചെയ്യുള്ളൂ, കുറച്ച് തിരക്കാണ്, മുഹറമിൽ പോകാൻ ആരും പറയൂല. നോമ്പ് 5 മണിക്ക് വേണ്ട 10 to 8 ആക്കാൻ ആരും പറയൂല. ഒരു ഫർളായ ഇബാദത്തായതുകൊണ്ട് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ സക്കാത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ R&D ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും പരമ്പരാഗത ഫിഖ്ഹിനെ നമ്മുടെ ആധുനിക ആവശ്യങ്ങളുമായിട്ട് ചേർക്കാൻ സാധിക്കും. അതിൻ്റെ പേരാണ് ഫിഖ്ഹ്. അതിനുള്ള എല്ലാ പ്രൊവിഷനുകളും അതിലുണ്ടാകും. അതിനെ സമൂഹത്തിന് വിശ്വാസത്തിലെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഇതിനെ കൂടുതൽ വ്യാപകമാക്കാൻ സാധിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഒരു വ്യക്തിയെ വക്കീലായിട്ട് ഏൽപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ വക്കാലത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് സക്കാത്ത് നടപ്പിലാക്കാൻ പറ്റും. അതിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത് ഇവരുടെ കയ്യിൽ ബാലൻസ് ആയിട്ടാണ് ഇത് സക്കാത്ത് വന്നത്. ഇനി നമ്മളുടെ കയ്യിൽ ഒരു വർഷം ബാലൻസ് വരുന്ന സാഹചര്യം വരാതെ സൂക്ഷിക്കുക, വേഗം കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക. ഒരു വർഷത്തേക്ക് കൂടെ പല സമയങ്ങളിലായി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഫിഖ്ഹിൽ അതിന് വകുപ്പുണ്ട്, ഹദീസിൽ വകുപ്പുണ്ട്. പല സഹാബികളും അഡ്വാൻസ് ആയിട്ട് സക്കാത്ത് കൊടുക്കുമായിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള സക്കാത്തിനെ അഡ്വാൻസ് ആയിട്ട് കളക്ട് ചെയ്യാനുള്ള വഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പാടാക്കിയിരുന്നു. ചില വ്യക്തികൾ അവർ സക്കാത്ത് തന്നില്ല എന്ന് കളക്ട് ചെയ്യാൻ പോയവർ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, അവർ അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയില്ല. അഡ്വാൻസ് ആയിട്ട് സക്കാത്ത് ഒരാൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ ഏതെങ്കിലും ഒരു ആവശ്യക്കാരനെ കണ്ടെത്തി അടുത്ത വർഷത്തെ സക്കാത്ത് ഓരോരോ മാസമായിട്ട് കൊടുക്കണം. അതൊരു പക്ഷേ അവർക്ക് ഫീസ് അടക്കാനോ വാടക അടക്കാനോ ഒക്കെ ഉപകരിക്കും. ഈ പറയുന്നത് പോലെ നമ്മളുടെ കയ്യിൽ പിന്നെ ബാലൻസ് വന്നു എന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും. അവസാനം ഒരു വിഷയം കൂടെ സൂചിപ്പിച്ച് നിർത്താണ്. സമ്പത്തിൻ്റെ 2 രീതികളുണ്ട്, അംവാൽ ലാഹിറ, അംവാൽ ബാത്തിന. പ്രത്യക്ഷ സമ്പത്തും പരോക്ഷ സമ്പത്തും. പ്രത്യക്ഷ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല. ഒരാൾക്ക് 40 ഒട്ടകം ഉണ്ടെങ്കിൽ അതിന് അൽമാരി കൊണ്ടുപോയി വെക്കാൻ കഴിയില്ല. അതെന്തായാലും അവിടെ ആളുകൾക്കറിയാം ഇദ്ദേഹത്തിന് 40 ഒട്ടകം ഉണ്ടെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധു ആഗ്രഹിക്കും, ഈ പ്രാവശ്യം സക്കാത്ത് കൊടുക്കുമ്പം ഞാനാണല്ലോ അയൽവാസി, എനിക്കെന്തായാലും തരും. അപ്പോൾ ഇസ്ലാം ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ ആവശ്യത്തെ ഇസ്ലാം പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമായ സമ്പത്ത് ഇസ്ലാമിക വ്യവസ്ഥയുള്ള നാടുകളിൽ നിർബന്ധമായിട്ടും കളക്റ്റീവായിട്ട് തന്നെ സ്വീകരിക്കും. പ്രത്യക്ഷമായ സമ്പത്ത്, കൃഷി പ്രത്യക്ഷ സമ്പത്തിൽപ്പെട്ടതാണ്. കൃഷി വീട്ടിൽ കൊണ്ടുപോയി മറച്ചു വെക്കാൻ കഴിയില്ല, നാൽക്കാലികൾ മറച്ചു വെക്കാൻ കഴിയില്ല. എന്നാൽ സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, കറൻസി, സേവിങ്സ്, ഡെപ്പോസിറ്റ്, ഈ പറയുന്നതെല്ലാം പരോക്ഷ സമ്പത്തിൽപ്പെട്ടതാണ്. ഇസ്ലാമിൽ നമുക്ക് യൂസുഫുൽ കർലാവിയുടെ പുസ്തകങ്ങളിൽ മറ്റൊക്കെ കാണാൻ സാധിക്കും, കളക്റ്റീവായിട്ട് സക്കാത്ത് ശേഖരിക്കുന്ന ഔദ്യോഗിക സംവിധാനം ഉള്ളപ്പോൾ പോലും ഒരാൾക്ക് വേണമെങ്കിൽ തൻ്റെ പരോക്ഷമായ സമ്പത്ത് വേണമെങ്കിൽ സംഘടിതമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൊടുക്കുകയും ചെയ്യും. രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അതിൻ്റേതായ ഗുണങ്ങളെന്ന് പറയുമ്പം സംഘടിതമായിട്ട് കൊടുക്കുമ്പം അതിൻ്റെ മെച്ചം നമുക്കെല്ലാവരും ഇവിടെ കേട്ട് കഴിഞ്ഞു. വ്യക്തിപരമായിട്ട് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഈ കമ്മിറ്റിയുടെ ലിസ്റ്റിലില്ലാത്ത നമ്മളുടെ ബന്ധത്തിൽപ്പെട്ടൊരു ആവശ്യക്കാരനുണ്ടാകും. അദ്ദേഹം ഒരു കമ്മിറ്റിയിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം ഒരു ആവശ്യക്കാരാണെന്ന് പുറത്ത് അറിയാൻ പോലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം ആവശ്യക്കാരനാണ്, സക്കാത്തിൻ്റെ അവകാശിയാണെന്ന് നമുക്കറിയാം.
അപ്പം നമ്മൾ അവർക്ക് സക്കാത്ത് കൊടുക്കാനുള്ളൊരു സംവിധാനമാക്കി കഴിഞ്ഞാൽ അതിനും അതിൻ്റേതായ ഗുണങ്ങളും ഇസ്ലാമിൽ അതിൻ്റെ അനുവാദവുമുണ്ട്. അപ്പം ഇതിൽ രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന ബാലൻസ് പ്രശ്നം, അതായത് ദീനിലെ സൂക്ഷ്മമായ വശങ്ങൾ അറിയാത്തതിൻ്റെ പേരിലുള്ള ചില ബാലൻസ് പ്രശ്നം കൊണ്ട് ചിലർ പറയും നിങ്ങൾ സക്കാത്ത് കൊടുത്തില്ല, നിങ്ങളുടെ പേര് വരാൻ ആഗ്രഹിക്കുന്നു, കമ്മിറ്റിയിൽ കൊടുക്കണമായിരുന്നു. അങ്ങനെയില്ല. ഔദ്യോഗിക സംവിധാനം ഉള്ളപ്പോൾ പോലും ചില സമ്പത്ത് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ അനുവാദമുണ്ട്. അതിൻ്റേതായ ചില ഗുണങ്ങളുണ്ട്. സംഘടിതമായി കൊടുക്കുന്നതിന് അതിൻ്റെ നന്മകളുണ്ട്. എന്താണെങ്കിലും സക്കാത്ത് സദഖകളിൽ മുന്നേറാനും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ, നമുക്ക് താഴ്മ ഉണ്ടാകും, നന്ദി ഉണ്ടാകും. അത് നമ്മൾ ഇല്ലാത്തൊരു വീട്ടിൽ പോയിട്ട് അവരുടെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പം നേരെ ഇപ്പുറം നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യും. എത്ര വലിയ നിഅമത്തിലാണ് നമ്മൾ ജീവിക്കുന്നുള്ളത് മനസ്സിലാകും. അങ്ങനെ തുതഹിറുഹും വ തുസക്കീഹിം ബിഹ, മനസ്സിനെ അലിയിപ്പിക്കുകയും കണ്ണുകളെ നനക്കുകയും. പൊട്ടിക്കരഞ്ഞു പോകും ചില ആളുകളുടെ അവസ്ഥ കണ്ടാൽ. അതാണ് പറഞ്ഞത് നിങ്ങൾ സാധുക്കളിലേക്ക് നോക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ ബൈനോക്കുലർ വെച്ച് നോക്കാനല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇതാണ് കോളനി എന്ന് പറയാനല്ല പറഞ്ഞത്. മറിച്ച് അവരുടെ അടുത്ത് പോയിരുന്ന് അവരുടെ അവസ്ഥകൾ കേൾക്കുമ്പം നാളെ RCC പോകാനുണ്ട്, ബില്ല് വന്നിട്ടുണ്ട്, പൈസ അടച്ചില്ല, ചികിത്സ മുടങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പറയും അൽഹംദുലില്ലാ, ഈ ആരോഗ്യം എത്ര വലുതാണ്, നമ്മളൊക്കെ എത്ര വലിയ സുഖം. അപ്പോൾ നമ്മുടെ പരാതികൾ അതോടങ്ങ് തീരും. ഇത് നമ്മൾ പരാതികൾ പറഞ്ഞ് ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലം ഒരു ഹദീസിൽ കാണാം. വീട്ടിൽ വന്നു, എന്തെങ്കിലും കറി ഉണ്ടോ എന്ന് ചോദിച്ചു. സുർക്കാനുള്ളതെന്ന് പറഞ്ഞു. നിഅമൽ ഇദാമുൽ ഖൽ, സുർക്ക എത്ര നല്ല കറിയാന്ന് പറഞ്ഞു. രണ്ട് പടം, ഒന്ന് നല്ല സുർക്കയിൽ ഗുണങ്ങളുണ്ടെന്ന് അർത്ഥം, രണ്ട് അറബികൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന വസ്തുവെ നബി തങ്ങൾ പ്രശംസിക്കുകയാണ്. സുർക്ക എത്ര നല്ല കറിയാണ്. ഇത് 4ഉം 5ഉം കറി ഉണ്ടെങ്കിൽ അതിൽ പരാതി പറയുന്ന ശീലം. ഇങ്ങനെ പരാതി പറയുന്നവർ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ ചെറിയ കാര്യത്തിലും സന്തോഷം കണ്ടെത്തുന്നവർ അള്ളാഹുവിനെ നന്ദി ചെയ്ത് ജീവിതത്തിൽ സന്തോഷിച്ചു കൊണ്ടേയിരിക്കും. ആ ഒരു സ്വഭാവം, ആ ഒരു വ്യക്തിത്വം നമ്മളിൽ ഉണ്ടാകണം. അതിന് നമ്മുടെ സക്കാത്ത് സദഖകൾ ഉപകാരപ്പെടണം. ബൈത്തുസ് സക്കാത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുമാറാകട്ടെ. സദഖാത്തിലേക്കും കൂടെ കടക്കട്ടെ. ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഒരുപാട് പുതിയ പുതിയ സാധ്യതകളും പുതിയ പുതിയ മേഖലകളും തുറക്കാൻ സാധിക്കും. 24x365 ലൈവാക്കി വെക്കാൻ സാധിക്കും. കൃത്യം ആവശ്യക്കാരൻ വരുന്നു, 10,000-കണക്കിന് ആളുകൾ കൊടുക്കാൻ തയ്യാറാണ് എന്നതിൻ്റെ തെളിവാണ് ഈ ഓൺലൈൻ ഫണ്ട് റൈസർമാർ. അവർക്ക് കിട്ടാൻ കാരണം ഡയറക്റ്റ് ഉപഭോക്താവിൽ കിട്ടുന്നു എന്നുള്ളത് കൊടുക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനൊരു സംവിധാനം ഈ ബൈത്തുൽ സക്കാത്തിൻ്റെ കീഴിൽ വന്നാൽ കുറച്ചുകൂടെ നന്നാകും. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ഇവിടെ ക്ഷണിച്ചതിന് ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും താമസിച്ച് എല്ലാം കേട്ടിരുന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ നേരത്തെ എത്തുകയും ക്ഷമയോടെ ഈ സംഗമത്തിൻ്റെ അവസാനം വരെ സംബന്ധിച്ച് നമ്മോട് സംസാരിച്ചതിന് വളരെ ആദരപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. അള്ളാഹു താങ്കളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാവട്ടെ.